Okay, listen here. Water. Water is very precious for us. All living things need water to live. About 71% of the Earth's surface is water. Water is not only found in rivers, seas and oceans, but it is also found underground. It is even present in the air. Most of our body weight is made up of water. Plants need water to grow. This is the basic thing about water. We know this, അല്ലേ? ഇതെന്താണ്? വെള്ളത്തിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്, നമുക്കറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലേ? എന്താണ്? വാട്ടർ ഈസ് വെരി പ്രഷ്യസ് ആൻഡ് ഓൾ ലിവിങ് തിങ്സ് നീഡ് വാട്ടർ ടു live. And about 71% of the Earth's surface is water. Water is not only found in rivers, seas and oceans. വെള്ളം എവിടെയാണ്? പുഴയിലും സമുദ്രങ്ങളിലും പുഴയിലും കടലുകളിലും മാത്രമല്ല വെള്ളമുള്ളത്. But it is also found in underground, അല്ലേ? We also discuss about the underground water and it is even present in the air, അല്ലേ? അന്തരീക്ഷത്തിൽ വായുവിൽ പോലും എന്താണ്? വെള്ളം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. Most of our body weight is made up of water and plants need water to grow. Then underground water. We already discussed in our previous class underground water. Most of the rainwater falls on the ground and seeps through the layers of mud and gravel, and so there is a large storage of underground water. നമുക്കറിയാം ഭൂമിയുടെ അടിയിൽ എന്താണ്? അണ്ടർഗ്രൗണ്ട് വാട്ടറിന്റെ ഒരു വലിയ സ്റ്റോറേജ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് എന്ത്? നമ്മൾ കിണർ ഒക്കെ കുഴിച്ചിട്ട് വെള്ളം ഫൗണ്ട് ചെയ്തെടുക്കുന്നതൊക്കെ എന്താണ്? അണ്ടർഗ്രൗണ്ട് വാട്ടർ ആണ്, അല്ലേ ഇത്? സോ we draw out these underground water with the help of tube wells and wells. Places that are dry have less underground water. എന്താണ്? നമ്മൾ കിണറും കുഴൽ കിണറും ഒക്കെ കുഴിച്ചിട്ട് എന്ത് വെള്ളം പുറത്തെടുക്കുന്നുണ്ട്, അല്ലേ? ദെൻ വരണ്ട പ്രദേശങ്ങളിൽ എന്തായിരിക്കും? പൊതുവെ അണ്ടർഗ്രൗണ്ട് വാട്ടറിന്റെ ഒരു പ്രസൻസ് വളരെ കുറവായിരിക്കും, അല്ലേ? ഒരുപാട് കിണർ കുഴിച്ചിട്ടും കുഴൽ കിണർ കുഴിച്ചിട്ടും ഒക്കെ എന്താണ്? വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെ എന്താണ്? അണ്ടർഗ്രൗണ്ട് വാട്ടറിന്റെ ഒരു സ്റ്റോറേജ് വളരെ കുറവായിരിക്കും. ദെൻ the level of underground water in an area is called the water table. This is the level of underground water. ഭൂമിയുടെ ഭൂഗർഭജലത്തിന്റെ അളവിനെയാണ്, അല്ലേ? എന്ത്? അതിന്റെ ലെവലിലുള്ള ഏരിയയുടെ അളവിനെയാണ് എന്ത് പറയുന്നത്? വാട്ടർ ടേബിൾ. ദ ലെവൽ ഓഫ് അണ്ടർഗ്രൗണ്ട് വാട്ടർ ഇൻ ആൻ ഏരിയ. ഒരു പ്രദേശത്തെ അണ്ടർഗ്രൗണ്ട് വാട്ടറിന്റെ ലെവലിനെയാണ് എന്ത്? വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. ദാറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് പോയിന്റ്. വാട്ട് ഈസ് വാട്ടർ ടേബിൾ എന്ന് ചോദിക്കാം, അല്ലേ? അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് ദ ലെവൽ ഓഫ് ദ അണ്ടർഗ്രൗണ്ട് വാട്ടർ ഇൻ ആൻ ഏരിയ. ഒരു പ്രദേശത്തെ അണ്ടർഗ്രൗണ്ട് വാട്ടറിന്റെ ലെവൽ ആണ് എന്ത്? വാട്ടർ ടേബിൾ. ഓക്കെ. ദെൻ ഇവോപ്പറേഷൻ. ഇവോപ്പറേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു, അല്ലേ? എന്താണ് ഇവോപ്പറേഷൻ? ഇവോപ്പറേഷന്റെ മീനിങ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. വാട്ട്സ് ദ മീനിങ് ഓഫ് ഇവാപ്പറേഷൻ വേർഡ് ഇൻ മലയാളം? എന്താണ് ഇവാപ്പറേഷൻ എന്ന് വെച്ചാല്? നിങ്ങളുടേതായ ലാംഗ്വേജിൽ എന്താണ് അൽന? വാട്ട് ഈസ് ഇവാപ്പറേഷൻ? അറിയില്ല. ഓക്കെ. എന്തായിരിക്കാം ആദ്യത്തെ ഇവാപ്പറേഷൻ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? കേട്ടുണ്ടോ അങ്ങനെ? അറിയില്ല. ഇവാപ്പറേഷൻ ഓക്കെ, അറിയില്ല. ദെൻ അഷിൻ അറിയാന്ന് പറയുന്നുണ്ട്. എന്താണ് അഷിൻ? എന്താണ്? ഓക്കെ, അഷിന്റെ വീഡിയോ ക്ലിയർ അല്ലാന്ന് തോന്നുന്നു. അഷിൻ ലിസൺ. നമ്മള് ഇവാപ്പറേഷൻ എന്ന് വെച്ചാൽ പ്രോപ്പർ മലയാളം മീനിങ് ഓഫ് ഇവാപ്പറേഷൻ ഈസ് ബാഷ്പീകരണം എന്നാണ്. അതായത് നമ്മുടെ വെള്ളം ആവിയായി പോകുന്നതിനെയാണ് ഇവാപ്പറേഷൻ എന്ന് പറയാം. ബാഷ്പീകരണം എന്ന് പറയും, ആവിയായി പോവുക അല്ലെങ്കിൽ ആവിയായി തീരുക എന്നൊക്കെ പറയും, അല്ലെ? വെള്ളം ആവിയായിട്ടാണ് എന്തുണ്ടാകുന്നത്? വാട്ടർ വേപ്പർ ഒക്കെ ഉണ്ടാകുന്നത്, അല്ലെ? ജസ്റ്റ് ആദ്യത്തെ സെന്റൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. When water heats up, it changes into water vapor. Changing of water into water vapor due to heating is called evaporation. What is evaporation? Is changing of water into water vapor due to heating is called evaporation. ചൂട് കൊണ്ട് വെള്ളം നീരാവിയായിട്ട് മാറുന്ന
പ്രോസസ്സാണ്, പ്രക്രിയയാണ് എന്ത്? ഇവാപറേഷൻ. ചൂടാവുമ്പോഴാണല്ലോ വെള്ളം വാട്ടർ വേപ്പർ ആകുന്നത് അല്ലേ? വെറുതെ വെച്ച് വെള്ളം എന്താണ് നീരാവിയായി പോവാറുണ്ടോ? നോ. അത് even heats up, it changes into water vapor. When water heats up, അപ്പോ വെള്ളം ചൂടാക്കുമ്പോൾ it changes into water vapor. അത് നീരാവിയായിട്ട് മാറുന്നു. So changing of water into water vapor due to heating is called evaporation. Changing of water into water vapor. ചൂടാക്കിയ വെള്ളം എന്താണ്? വെള്ളത്തിന്റെ ഫോമിൽ നിന്ന് അത് വാട്ടർ വേപ്പർ എന്താണ്? നീരാവി. വെള്ളം അത് നീരാവിയുടെ രൂപത്തിലേക്ക് മാറുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയാ? ഇവപറേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? വാട്ട് ഈസ് ഇവാപറേഷൻ? ഇവാപറേഷൻ ഈസ് ദ changing of water into water vapor due to the heating is called evaporation. Okay, clear? And listen, in nature evaporation takes place all the time. Sometimes evaporation is slow and sometimes it is fast. എല്ലാ സമയത്തും എന്തുണ്ട്? ഇവാപറേഷൻ നടക്കാറുണ്ട്. ആവിയായി തീരുക അല്ലെങ്കിൽ ബാഷ്പീകരണം എല്ലാ ടൈമിലും നടക്കാറുണ്ട്. സംടൈംസ് ഇവാപറേഷൻ ഈസ് വെരി സ്ലോ ആൻഡ് സംടൈം ഇറ്റ് ഈസ് വെരി ഫാസ്റ്റ്. ചില സമയത്ത് ഇവാപറേഷൻ എന്താണ്? വളരെ പതുക്കെ നടക്കുള്ളൂ. ചില സമയത്ത് വളരെ ഫാസ്റ്റ് ആയിട്ടും നടക്കാറുണ്ട്. സോ യു മൈറ്റ് ഹാവ് നോട്ടീസ്ഡ് ദാറ്റ് clothes take longer to dry on a rainy day than on a dry day. This is because on a rainy day there is lots of water vapor in the air. എന്താണ്? നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയുന്ന കാര്യമാണ്. എന്താണ്? യു മൈറ്റ് ഹാവ് നോട്ടീസ്ഡ്, നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്ത്? that clothes take longer to dry on a rainy day than on a dry day. എന്താണ്? മഴക്കാലത്ത് തുണികൾ ഉണങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണല്ലേ? നിങ്ങൾക്കറിയാം, മഴക്കാലത്ത് നമ്മുടെ വേനൽക്കാലത്ത് ഉണങ്ങുന്നത് പോലെ തുണികൾ ഉണങ്ങാറുണ്ടോ? നോ. തുണികൾ ഉണങ്ങി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എപ്പോ? മഴക്കാലത്ത്. അതിനെ കുറിച്ചാണ് പറയുന്നത്. യു മൈറ്റ് ഹാവ് നോട്ടീസ്ഡ് ദാറ്റ് clothes take longer to dry on a rainy day than on a dry day. This is because on a rainy day there is lots of water vapor in the air. എന്താണ്? മഴക്കാലത്ത് വേനൽക്കാലത്ത് ഉണങ്ങുന്നത് പോലെ തുണികൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടാറില്ല. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ മഴക്കാലത്തിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഹെവി റെയിൻ ആണ് അല്ലെ? എപ്പോഴും മഴയുണ്ടാകും. അപ്പോഴെന്താണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വേപ്പറിന്റെ പ്രസൻസ് കൂടുതലാണ്. നന്നായിട്ട് വെള്ളം വീണുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്? വെള്ളം വാട്ടറിൽ നിന്ന് വാട്ടർ വേപ്പറിലേക്ക് ആകുന്ന പ്രോസസ്സും കൂടും അല്ലെ? അപ്പൊ നമ്മുടെ എയറിൽ ഒരുപാട് വാട്ടർ വേപ്പർ ഉണ്ടാകും. മഴക്കാലത്ത് നമ്മുടെ ചുറ്റും ഒരുപാട് വാട്ടർ വേപ്പർ ഉണ്ടാകും. So this slows down evaporation of water from wet clothes. ഇത് നനഞ്ഞ തുണികളിൽ നിന്ന് പെട്ടെന്ന് വെള്ളം ആവിയായി പോകുന്നതിനെ സ്ലോ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്താണെന്ന് മനസ്സിലായോ? അതായത് മഴക്കാലത്ത് വേനൽക്കാലത്ത് ഉണങ്ങുന്നത് പോലെ തുണികൾ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവില്ല. യു നോ ദാറ്റ് അല്ലേ? നമുക്കറിയാമത് അല്ലേ? അത് എന്തുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. മഴക്കാലത്ത് നമ്മുടെ ചുറ്റും ഒരുപാട് വാട്ടർ വേപ്പേഴ്സ് ഉണ്ടാകും. സോ അത് നമ്മുടെ തുണികളിലുള്ള വെള്ളം, നനഞ്ഞ തുണികളിലെ വെള്ളത്തിന് പെട്ടെന്ന് വാട്ടർ വേപ്പർ ആയിട്ട് പോകുന്നതിന് സ്ലോ ചെയ്യിക്കുന്നു. അതുകൊണ്ടാണ് മഴക്കാലത്ത് തുണി ഉണങ്ങാൻ വേണ്ടി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ. Then evaporation takes place at a faster rate when there is a strong wind or the exposed surface of water is large or the temperature of the surrounds is high. എന്താണ്? തുണികൾ പെട്ടെന്ന് ഉണങ്ങുന്നതിനെ അല്ലെങ്കിൽ ഇവാപറേഷൻ ടേക്ക് പ്ലേസ് അറ്റ് എ ഫാസ്റ്റർ റേറ്റ്, ബാഷ്പീകരണം ഏറ്റവും കൂടുതൽ അളവിൽ നടക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ there is a strong wind, നല്ല കാറ്റുള്ള സമയത്ത് തുണികൾ പെട്ടെന്ന് ഉണങ്ങും അല്ലേ? നമ്മൾ മഴക്കാലത്ത് എന്താണ്? തുണി ഉണങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ റൂമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഫാൻ ഓൺ ചെയ്ത് വെക്കാറുണ്ട് അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ അമ്മമാര് ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. തുണി ഉണങ്ങാൻ വേണ്ടി
വെയിലില്ല, നല്ല മഴയാണ്, അല്ലെങ്കിൽ മഴ മൂടലാണ് എങ്കിൽ അവരെന്ത് ചെയ്യും? തുണി നമ്മുടെ റൂമിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടിട്ട്, മഴക്കാലത്ത് അങ്ങനെയാണല്ലേ, നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ അങ്ങനെയാണ്. അത് മിക്കവാറും ആൾക്കാരുടെ ബെഡ്റൂമിലും ഹാളിലും എല്ലാ സ്ഥലത്തും എന്തുണ്ടാവും? തുണി ഇട്ടിട്ടുണ്ടാവും ഉണങ്ങാൻ വേണ്ടി അല്ലേ. നമ്മുടെ ജനലിന്റെ മുകളിലും നമ്മുടെ ഡോറിന്റെ മുകളിലും ചെയറിന്റെ മുകളിലും ഒക്കെ എന്താണ്? തുണി വിരിച്ചിട്ടിട്ട് ഫാൻ ഇട്ട് വെക്കാറുണ്ട് മിക്കവാറും ആളുകൾ. എന്താണ്? കാറ്റുണ്ടാവുമ്പോ തുണി ഉണങ്ങും അല്ലേ. സോ എന്താണ്? തുണി പെട്ടെന്ന് ഉണങ്ങുന്നത്. തുണി പെട്ടെന്ന് ഉണങ്ങുക എന്ന് വെച്ചാൽ എന്താണ്? ഇവാപ്പറേഷൻ നടക്കുക അല്ലെ. തുണികളിലുള്ള വെള്ളം വാട്ടർ വേപ്പർ ആയിട്ട് മുകളിലേക്ക് പോകണം അല്ലേ. അങ്ങനെയാണ് തുണി ഉണങ്ങുന്നത് അല്ലേ. അല്ലാതെ ഈ തുണി നമ്മൾ വെയിലത്തിട്ട് കഴിയുമ്പോൾ ഇതിന്റെ വെള്ളം എങ്ങോട്ടേയാ പോകുന്നേ? വാട്ടർ ചേഞ്ച് ഇൻ ടു ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ ആൻഡ് ഇറ്റ് റൈസ് അപ്പ്. എങ്ങനെയാണ്? തുണികളിലുള്ള വെള്ളം നീരാവിയായി മാറിയിട്ട് എങ്ങോട്ടാണ്? മുകളിലേക്ക് ഉയർന്നു പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണ് തുണികൾ ഉണങ്ങുന്നത്. സോ നല്ല കാറ്റുള്ള സമയത്ത് തുണികൾ പെട്ടെന്ന് ഉണങ്ങും. ആൻഡ് ഓർ ദ എക്സ്പോസ്ഡ് സർഫേസ് ഓഫ് വാട്ടർ ഈസ് ലാർജ്. വെള്ളത്തിന്റെ ഉപരിതലം വളരെ വിശാലമാണെങ്കിലും എന്ത് ചെയ്യും? അവിടുത്തെ ടെമ്പറേച്ചർ വളരെ ഹൈ ആണെങ്കിലും, അവിടുത്തെ താപനില കൂടുതലാണെങ്കിലും പെട്ടെന്ന് എന്ത് നടക്കാറുണ്ട്? ഇവാപ്പറേഷൻ നടക്കാറുണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ? ലിസൺ ഹിയർ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഒന്നുകൂടെ നന്നായിട്ട് പറയാം, നന്നായി ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിലേ മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇവാപ്പറേഷൻ, ബാഷ്പീകരണം. ഇവാപ്പറേഷൻ എന്നുള്ള വേർഡിന്റെ മീനിങ് ബാഷ്പീകരണം എന്നാണ്. നിങ്ങൾ ബാഷ്പീകരണം എന്നും ഇമാജിൻ ചെയ്യണ്ട. നമ്മുടെ വെള്ളം ആവിയായിട്ട് മുകളിലേക്ക് പോകുന്ന ഒരു പ്രോസസ്സ്. വെള്ളം ആവിയാകുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്? വാട്ടർ നീരാവിയാകുന്നു അല്ലേ. നീരാവിയായിട്ട് മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. അതിനെയാണ് ആവിയാവുക എന്ന് പറയുന്നത്. അതായത് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. When water heats up, it changes into water vapor. വെള്ളം ചൂടാവുമ്പോൾ അതെന്ത് ചെയ്യും? നീരാവിയായിട്ട് മാറും. Then changing of water into water vapor due to heating is called evaporation. വെള്ളം നീരാവിയായിട്ട് മാറുന്നതിനെ, എപ്പോ? വെള്ളം ചൂടാകുമ്പോൾ അത് നീരാവിയായിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവപ്പറേഷൻ എന്ന് പറയുന്നത്. ആവിയായി തീരുക അല്ലെങ്കിൽ ബാഷ്പീകരണം എന്ന് പറയുന്നത് ഈ പ്രോസസ്സിനെയാണ്. ഏത് പ്രോസസ്സിനെയാണ്? ഏത് പ്രോസസ്സിനെയാണ് ആരോൺ? എന്തിനാണ് നമ്മൾ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്? വാട്ട് ഈസ് ഇവാപ്പറേഷൻ? വാട്ട് ഈസ് ഇവാപ്പറേഷൻ? എവിടെയാണ്? ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്തിനാണ് ഒന്നും രണ്ടും മൂന്നും തവണ റിപ്പീറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് മനസ്സിലാകാനല്ലേ? ആ സമയത്ത് എന്ത് ചെയ്യണം? ലിസൺ ഹിയർ. എന്താണ് കൃപ? വാട്ട് ഈസ് ഇവാപ്പറേഷൻ? വെള്ളം നീരാവിയായി പോകുന്നത്. വെള്ളം ചൂടാകുമ്പോൾ നീരാവിയായിട്ട് പോകുന്നത് അല്ലേ. ദ ചേഞ്ചിങ് ഓഫ് വാട്ടർ ഇൻടു വാട്ടർ വേപ്പർ വെൻ ഇറ്റ് ഹീറ്റ്സ് അപ്പ്. വെള്ളം ചൂടാകുമ്പോൾ അത് വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ഇൻ നേച്ചർ ഇവാപ്പറേഷൻ ടേക്സ് പ്ലേസ് ഓൾ ദ ടൈം. നമ്മുടെ പ്രകൃതിയിൽ അല്ലേ എല്ലാ സമയത്തും എന്ത് ഇവാപ്പറേഷൻ നടക്കുന്നുണ്ട്. ഇപ്പോഴും നടക്കുന്നുണ്ടാവും അല്ലേ. ഇപ്പോഴും നമ്മുടെ തോടുകളിലും പുഴകളിലും ഒക്കെയുള്ള വെള്ളം എന്താണ്? എപ്പോഴും അതിങ്ങനെ നീരാവിയായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കാറുണ്ട് അല്ലേ. അങ്ങനെയാണ് പുഴകളിലൊക്കെ വെള്ളം വറ്റുന്നതല്ലേ. നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ചെറിയ തോടുകൾ ഉണ്ടാവും, നിങ്ങൾക്കറിയാം അല്ലേ. ചെറിയ അരുവികളും തോടുകളും ഒക്കെ ഉണ്ടാവും. നല്ല കണ്ടിന്യൂസ് ആയിട്ട് മഴയുള്ള സമയങ്ങളിൽ അതിൽ നല്ല വെള്ളം വരും. മിസ്സിന്റെ വീടിന്റെ അടുത്തുണ്ട് ഒന്ന്. നല്ല മഴയാണെങ്കിൽ എന്താണ്? 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നല്ല വെള്ളമാണ്, ഭയങ്കര വെള്ളം ഉണ്ടാവും. പക്ഷെ ഒരു ദിവസം നല്ല വെയിലാണെങ്കിൽ അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ആ വെള്ളം മുഴുവൻ വറ്റിപ്പോവും അല്ലേ. എങ്ങോട്ടാ ഇത് വറ്റിപ്പോകുന്നത്? ഭൂമിയുടെ അടിയിലേക്ക് താണു പോവാണോ ചെയ്യുന്നത്? ആണോ? നോ. വെയിൽ വരുമ്പോ വെള്ളം നീരാവിയായിട്ട് മുകളിലേക്കാണ് പോകുന്നത് അല്ലേ. സോ എല്ലാ സമയത്തും ഈ വാട്ടർ വേപ്പർ ആയിട്ട് നടക്കുന്ന പ്രോസസ് അവിടെ നടക്കുന്നുണ്ട്. സോ ഇൻ നേച്ചർ ഇവാപ്പറേഷൻ ടേക്സ് ഓൾ ഇറ്റ്സ് ടൈം. എല്ലാ സമയത്തും പ്രകൃതിയിൽ ഇവാപ്പറേഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം ചിലപ്പോൾ നമ്മുടെ തോട്ടിലെ വെള്ളമൊക്കെ നീരാവിയായിട്ട് പോവാറുണ്ട് അല്ലേ.
ഒരുപാട് വെള്ളമുള്ള സ്ഥലത്ത് പുഴയിലൊക്കെ ഒരുപാട് വെള്ളം ഉണ്ടാവും. അതിൽ നിന്ന് ഒരു ദിവസം കുറച്ച് വെള്ളം വാട്ടർ വേപ്പർ ആയി പോയി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ഫൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് വെയിലായി കഴിയുമ്പോഴാണ് പുഴകളൊക്കെ വറ്റി വരളുന്നത്. എങ്ങനെയാണ്? മുഴുവൻ വെള്ളവും എപ്പോഴും ഇങ്ങനെ വാട്ടർ വേപ്പർ ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കുറെ ദിവസം കഴിയുമ്പോൾ വെള്ളം മുഴുവൻ വറ്റിപ്പോവും അല്ലേ? സോ അതാണ് പറയുന്നത്. ഇൻ നേച്ചർ ഇവാപറേഷൻ ടേക്സ് പ്ലേസ് ഓൾ ദ ടൈം. എല്ലാ സമയത്തും നമ്മുടെ പ്രകൃതിയിൽ എന്ത് നടക്കുന്നുണ്ട്? ഇവാപറേഷൻ നടക്കുന്നുണ്ട്. സംടൈംസ് ഇവാപറേഷൻ ഈസ് സ്ലോ ആൻഡ് സംടൈംസ് ഇറ്റ് ഈസ് ഫാസ്റ്റ്. ചില സമയത്ത് വളരെ പതുക്കെ ആയിരിക്കും നടക്കുക. ഫാത്തിമ മെഹഫൂസ ആൻഡ് റോസ് പ്രിൻസ് ആൻഡ് മുഹമ്മദ് നിഹാൽ വീഡിയോ ഓൺ ചെയ്തേ. ദേവാഞ്ജന, നിഹാൽ എന്തിനാണ് വീഡിയോ ഓഫ് ചെയ്തത്? നിഹാൽ, why are you continuously absent for our class? നെറ്റ്വർക്ക് പ്രോബ്ലം. ഓക്കെ, ദെൻ എന്താണ്? വീഡിയോ ഓഫ് ചെയ്യരുത്. നെറ്റ് പ്രോബ്ലം ആണോ അല്ല വീഡിയോ ഓഫ് ചെയ്യുന്നതാണോ എന്നുള്ളത് നമ്മൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. സോ ലിസൺ. Then evaporation. What is evaporation, Nihal? What is evaporation? Can you say what is evaporation? വെള്ളം ആവിയായി മുകളിലേക്ക് പോകും. When the water change into water vapor? എപ്പോഴാണ് വെള്ളം നീരാവിയായിട്ട് മാറുന്നത്? വെയിൽ എപ്പോഴും ഉണ്ടാവുമ്പോൾ. And വെയിൽ ഉണ്ടാകുമ്പോൾ വെള്ളത്തിന് എന്താണ് സംഭവിക്കുക? വെള്ളം വറ്റും. എങ്ങനെയാണ് വറ്റുക? അതിന്റെ ചൂട് കൊണ്ട്. Yeah, it's heat up. The water is heats up. When the water heats up, the water change into water vapor. Okay, then this process is called evaporation. And listen, in nature evaporation takes place all the time. Sometimes evaporation is slow and sometimes it is very fast. ചില സമയത്ത് ബാഷ്പീകരണം വളരെ പെട്ടെന്ന് നടക്കും, ചില സമയത്ത് എന്താണ് വളരെ പതുക്കെ മാത്രമേ നടക്കാറുള്ളൂ. You might have noticed that clouds take longer to dry on a rainy day than on a dry day. ഒരു നല്ല വെയിലുള്ള ദിവസത്തിനേക്കാൾ നല്ല മഴയുള്ള ദിവസം തുണികൾ ഉണങ്ങി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ എന്നാണ് അവർ നമ്മളോട് പറയുന്നത്. നമുക്കറിയാം അല്ലേ, മഴക്കാലത്ത് തുണികൾ ഉണങ്ങാൻ ബുദ്ധിമുട്ടാണ് എന്ന് നമുക്കറിയാം. പക്ഷെ അതിന്റെ സയന്റിഫിക്കലി ഉള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. അതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് തുണി ഉണങ്ങാത്തത്? മഴയായതുകൊണ്ട് എന്ന് നമ്മൾ പറയും ഇൻ സിമ്പിൾ ഫോം. ബട്ട് എന്തുകൊണ്ടാണ് ആക്ച്വലി മഴക്കാലത്ത് തുണികൾ ഉണങ്ങാത്തത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ലിസൺ. This is because on a rainy day there is a lots of water vapor in the air. മഴയുള്ള സമയത്ത് നമ്മുടെ എയറിൽ ഒരുപാട് വാട്ടർ വേപ്പർ ഉണ്ടാവും, നീരാവി നന്നായിട്ട് ഉണ്ടാവും മഴക്കാലത്ത്. സോ this slows down evaporation of water from wet cloths. ഇതാണ് നനഞ്ഞ തുണികളിൽ ഇവാപറേഷൻ നടക്കുന്നത് സ്ലോ ചെയ്യിക്കുന്നു, മെല്ലെ. അപ്പോൾ ഒരുപാട് വാട്ടർ വേപ്പർ ഉണ്ടാവുമ്പോൾ നനഞ്ഞ തുണികളിൽ നിന്ന് ഇവാപറേഷൻ നടക്കുന്നതിനെ കുറച്ച് മന്ദഗതിയിലാക്കും, സ്ലോ ചെയ്യും. സോ അങ്ങനെയാണ് മഴക്കാലത്ത് തുണികൾ ഉണങ്ങാൻ നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. Then exposed surface of water is large or the temperature of the surrounding is high. എപ്പോഴാണ് തുണികൾ പെട്ടെന്ന് ഉണങ്ങാന്ന് വെച്ചാൽ നല്ല കാറ്റുണ്ടാകുന്ന സമയത്ത്, പിന്നെ വെള്ളത്തിന്റെ ഉപരിതലം നല്ല എക്സ്പോസ്ഡ് ആയിട്ടുള്ള സമയങ്ങളിലും എന്ത് ചെയ്യുന്നു? തുണി പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നു എന്നാണ് പറയുന്നത്. ക്ലിയർ? Then okay, then Shamvil, can you read it? Evaporation, read it. Evaporation. When water heats up, it is changed into water vapor. Change of water into water vapor due to heating is called to evaporation. That is heating. Heat. Heating is called to evaporation. In natural, evaporation takes place
all the time. Sometimes evaporation is slow and sometimes it is fast. You may have noticed that clothes take longer to dry on a rainy day. At on dry day, this is because this is this is because on a rainy day there is lot of the vapor in the air. This slows down evaporation of water from big clouds. Evaporation takes place at a faster rate. When there is a strong wind, or the evaporation surface of water is low, or the temperatures of the Temperature of the surroundings. surroundings is high. Okay, then clear ആയോ evaporation എന്താണെന്ന്? Clear? Okay. Then the next portion. Humidity. Humidity is the amount of water vapor present in the air. And when it rains, there is a lots of water vapor in the air. Your sweat does not evaporate quickly. You feel sticky and uncomfortable. This is due to humid weather. എന്താണ് ഹ്യൂമിഡിറ്റി എന്ന് വെച്ചാൽ ഈർപ്പമുള്ള കാലാവസ്ഥ. നല്ല ഒരു തണുപ്പാണ്, എന്നാൽ എന്താണ് ഒരു നനവ് തോന്നുന്ന കാലാവസ്ഥയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയാറ്. Humidity is the amount of water vapor present in the air. Humidity means is the amount of water vapor present in the air. നമ്മുടെ ചുറ്റുമുള്ള നീരാവിയുടെ എന്താണ് എമൗണ്ടിനെ, അതിൻ്റെ അളവിനെയാണ് എന്ത് ഹ്യൂമിഡിറ്റി എന്ന് പറയാ. ചില സമയങ്ങളിൽ നമ്മുടെ ചുറ്റുമുള്ള എയറിൽ ഒരുപാട് എന്തുണ്ടാവും, presence of water vapor is very high. Sometimes the presence of water vapor in the air is very high, and when it rains there is a lots of water vapor in the air. നല്ല മഴയുള്ള സമയം അല്ലേ, ഇന്നലെ മുഴുവൻ നല്ല മഴയായിരുന്നു എന്ന് ഇമാജിൻ ചെയ്യാം. ഇന്നും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവും അല്ലേ. ഇന്നലെ മുഴുവൻ മഴ വന്നാൽ ഇന്ന് രാവിലെ തന്നെ എല്ലായിടവും ഉണങ്ങി ഡ്രൈ ആയിട്ടാണോ ഇരിക്കാറ്? നോ. നല്ല മഴയുള്ള ദിവസം അതിന്റെ പിറ്റേന്നും അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും അല്ലെ, വളരെ ഈർപ്പമുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ അതിനെയാണ് പറയുന്നത് humidity is the amount of water vapor present in the air. We already say that when it rains and there is a large amount of water vapor in the air. മഴ പെയ്ത സമയമാണെങ്കിൽ എയറിലുള്ള വാട്ടർ വേപ്പറിന്റെ അളവും എന്തായിരിക്കും, കൂടുതലായിരിക്കും എന്നിപ്പോ പറഞ്ഞു അല്ലേ. നല്ല മഴയാണെങ്കിൽ ഓൾറെഡി അവിടെ നല്ല വാട്ടർ വേപ്പറും ഉണ്ടാവും. So humidity is the amount of water vapor present in the air. When it rains, മഴ പെയ്യുകയാണെങ്കിൽ there is a lots of water vapor in the air. അന്തരീക്ഷത്തിൽ ഒരുപാട് വാട്ടർ വേപ്പർ ഉണ്ടാവും അല്ലേ, നല്ല നീരാവികൾ എവിടെ ഉണ്ടാവും, അന്തരീക്ഷത്തിൽ ഇങ്ങനെ റേസ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. Then your sweat does not evaporate quickly. You feel sticky and uncomfortable. This is due to humid weather. എന്താണ്, നല്ല ഹ്യൂമിഡിറ്റി ആയിട്ടുള്ള ഒരു വെതർ കണ്ടീഷനിൽ യുവർ സ്വെറ്റ് ഡസ് നോട്ട് ഇവപ്പറേറ്റ് ക്വിക്ലി. നിങ്ങളുടെ വേർപ്പ്
പെട്ടെന്ന് ആവിയായിട്ട് പോവില്ല അല്ലേ? നമ്മുടെ ശരീരത്തിൽ തന്നെ അതങ്ങനെ നിൽക്കും. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വെയറും എന്താണ്, സ്വെറ്റും എന്താണ്, അത് ആവിയായിട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് പോകാറുണ്ട്. സോ നല്ല ഹ്യൂമിഡിറ്റി ആയിട്ടുള്ള കണ്ടീഷൻസിൽ, നല്ല ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ എന്താവില്ല, നമ്മുടെ വിയർപ്പ് പെട്ടെന്ന് ഉണങ്ങി ഇവാപ്പറേറ്റ് ആയിട്ട് പോവാറില്ല. ഉണങ്ങാന്ന് വെച്ചാൽ എന്താണ്, അത് ആവിയായി മുകളിലേക്ക് പോകുന്നതാണ്, അങ്ങനെ പോവാറില്ല. സോ അറ്റ് ദാറ്റ് ടൈം യു ഫീൽ വെരി സ്റ്റിക്കി ആൻഡ് അൺകംഫർട്ടബിൾ. നമുക്ക് ചില സമയത്ത് നമ്മുടെ ദേഹം മുഴുവൻ ഇങ്ങനെ സ്റ്റിക്കി എന്ന് വെച്ചാൽ എന്താണ്, ഒരു പറ്റുന്ന ഫീല് തോന്നാറുണ്ട് അല്ലേ? ഇങ്ങനെ വേർപ്പൊക്കെ ആയിട്ട് ചിലപ്പോൾ നമ്മൾ എന്താണ് ഇങ്ങനെ വല്ലാതെ ദേഹത്തൊക്കെ സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. നല്ലതായിട്ട് ഇങ്ങനെ പറ്റി പിടിക്കുന്ന പോലൊക്കെ തോന്നാറുണ്ടാവും ചില സമയത്ത്. നല്ല ഹ്യൂമിഡിറ്റി ഉള്ള കണ്ടീഷൻസിലാണ് അങ്ങനെ ഉണ്ടാവുക. നല്ല ഈർപ്പമുള്ള സമയങ്ങളിലാണ് അങ്ങനെ സ്റ്റിക്കി ആയിട്ടും അൺകംഫർട്ടബിൾ ആയിട്ടും നമുക്ക് എന്തോ ഒട്ടും ഒരു കംഫർട്ടബിൾ ആയി തോന്നാറില്ല നമ്മുടെ ബോഡി അല്ലേ? ബോഡിയിൽ എന്തോ വല്ലാത്ത ചൂടാണോ അല്ല വേർപ്പാണോ ശരീരം മുഴുവൻ പറ്റുന്ന പോലെയോ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോ ദാറ്റ് ഈസ് ഡ്യൂ ടു ഹ്യൂമിഡ് വെതർ. എന്തുകൊണ്ടാണ്? നമ്മുടെ വെതർ കണ്ടീഷൻ വളരെ ഹ്യൂമിഡ് ആയതുകൊണ്ടാണ്, ഹ്യൂമിഡിറ്റി ഉള്ളത് കൊണ്ടാണ്. അവിടെ നല്ല മഴയുള്ള സമയങ്ങളിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ നന്നായിട്ട് വാട്ടർ വേപ്പർ ഉണ്ടാകും. അങ്ങനെയുള്ള സമയങ്ങളിലാണ് എന്ത്, നമ്മുടെ ശരീരമൊക്കെ വളരെ സ്റ്റിക്കി ആയിട്ടും അൺകംഫർട്ടബിൾ ആയിട്ടും നമുക്ക് ഫീൽ ചെയ്യാറ്. ഓക്കെ, ദെൻ അല്ല അത് വായിച്ച മോളെ. Humidity. Humidity is the amount of water vapor present in the air when it rains. There is a lot of water vapor in the air. Your sweat does not evaporate quickly. You feel sticky and uncomfortable. This is due to humid weather. Okay, then evaporation and humidity is clear. Both are clear, all of you. If you have any doubt, ask me after read that. And third, condensation. Condensation is the other process. What is the process condensation? And listen here. Water vapor changes back into water on cooling. Changing of water vapor into water is called condensation. And the opposite of evaporation. We know evaporation is the form of water change into water vapor when it heats. It is the opposite process. What is the water vapor is changed back into water when it is cooling. തണുക്കുമ്പോൾ അല്ലെ, തണുപ്പ് ഉണ്ടാവുമ്പോൾ നീരാവി എന്ത് ചെയ്യും, വീണ്ടും വെള്ളമായിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് കണ്ടൻസേഷൻ എന്ന് പറയാം. ഇവാപ്പറേഷൻ എന്താണ്, ചൂടുള്ള സമയത്ത് വെള്ളം നീരാവിയാവുന്നു. കണ്ടൻസേഷൻ എന്താണ്, തണുക്കുമ്പോൾ നീരാവി വീണ്ടും വെള്ളമാകുന്നു. നേരെ ഓപ്പോസിറ്റ് ആണ്. ക്ലിയർ? Water vapor changes back into water on cooling. Changing of water vapor into water is called condensation. Do activity 2 എന്നവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ എന്തുണ്ട്, ആക്ടിവിറ്റി 2 കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇവാപ്പറേഷൻ ആൻഡ് കണ്ടൻസേഷൻ നടക്കുന്നത് എന്നുള്ളതാണ്. സോ അത് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. Our time is over and it is the time to wind up our class. And wind up ചെയ്യാമല്ലേ? ഇവോപ്പറേഷൻ ആൻഡ് ഹ്യൂമിഡിറ്റി നന്നായി വായിച്ചിട്ട് വരിക നെക്സ്റ്റ് ക്ലാസ്സിലേക്ക്. സോ മേ ബി വെരി സൂൺ നിങ്ങളുടെ എക്സാം നെക്സ്റ്റ് മന്തിൽ നടക്കും അല്ലേ? സോ എന്ത് ചെയ്യുക, നന്നായിട്ട് ഓരോന്നും അന്നു തന്നെ പഠിക്കുക. സയൻസ് ഒക്കെ എന്താണ് മിസ്സായി പോയാൽ പഠിക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് അവർ ക്ലാസ്. വൈൻഡ് അപ്പ് ചെയ്യാമല്ലേ? ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇവാപ്പറേഷൻ ആൻഡ് കണ്ടൻസേഷൻ എന്താണ് അതിൻ്റെ ആക്ടിവിറ്റി ഒക്കെ നമുക്ക് നോക്കാം. അവിടെ ഒരു ആക്ടിവിറ്റി 2 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുക, നന്നായി വായിച്ചു നോക്കുക. എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ വന്നിട്ട് പറയാം. ഓക്കെ, എന്താണ് ഷിൻ, വാട്ട് ഡു യു വാണ്ട്? നത്തിങ്. ഓക്കെ, ദെൻ ഓക്കെ ഫൈൻ, നമുക്കപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ.